എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റും എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയുമായിട്ടാണ്. കോവയ്ക്ക വറുത്തതാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക കുറച്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയ കോവയ്ക്കയിലേക്ക് 1-1.5 സ്പൂൺ മുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിത് ഇപ്പോൾ ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കോവയ്ക്ക വറുക്കുന്ന സമയത്തും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് വറുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അതുവരെ ഒന്ന് വറുത്തെടുക്കാം. പകുതി കോവയ്ക്ക കുറച്ച് കോൺഫ്ലവറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വറക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്കയുടെ റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.